മക്കളെ ഇനി ഈ നോമ്പ് 30 വരെ ഉള്ളൂ കേട്ടോ. ഈ ഒരു ഐറ്റം നമുക്ക് തിന്നാൻ പറ്റാ. ഇനി ഇത് തിന്നണമെങ്കിൽ അടുത്ത റമദാനിന് 1 വർഷം കാത്തിരിക്കണം. ഈ റമദാൻ മാസത്തിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഈ ഒരു ഹലീം മിസ്സാക്കല്ലേ എന്ന് ഞാൻ പറയുള്ളൂ. നമ്മുടെ കോട്ടക്കൽ പുത്തൂർ ബൈപ്പാസ് കാവതിക്കളം റോഡിലുള്ള ആയുർവേദ ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്താണ് ഇപ്രാവശ്യം കുത്തുബ് ഷാഹിന്റെ സ്പോട്ട് വന്നിട്ടുള്ളത്. മണിക്കൂറോളം സ്ലോ കുക്ക് ചെയ്തിട്ടുള്ള ഹൈദരാബാദി മട്ടൻ ഹലീമാണ് ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്തത്. അതിങ്ങനെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് നല്ല ഗാർലിഷ് ചെയ്ത് നമ്മളെ കയ്യിൽ ഇങ്ങോട്ട് തരും. അതാണ് ആരെങ്കിലും പിന്നെ ഒന്ന് കഴിച്ചു നോക്കണം. വായിൽ വെച്ചാൽ തന്നെ അങ്ങോട്ട് അലിഞ്ഞങ്ങോട്ട് പോകും. അത്ര ജ്യൂസി ആയിട്ട് ഒതന്റിക് ഫ്ലേവറിലാണ് ഇത് ഉണ്ടാക്കിയത്. എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ്. പല ഭാഗങ്ങളിൽ ഞാൻ ഹലീമ കഴിച്ചിട്ടുണ്ടെങ്കിലും ഇവിടുന്ന് നല്ല ഫ്ലേവറോട് കൂടി, മട്ടൻ്റെ നല്ല ഫ്ലേവറോട് കൂടി, നല്ല തിക്നെസ്സോട് കൂടിയിട്ടുള്ള ഒതന്റിക് ആയിട്ടുള്ള ഹൈദരാബാദ് സാധനം. തീർച്ചയായിട്ടും ഈ പരിസര പ്രദേശത്തുള്ള ആളുകളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഹലീമാണ്. ഇനിയിപ്പോ ചിക്കൻ ഹലീമാണ് വേണ്ടവർക്ക് അതും വിടണ്ട കേട്ടോ. കുറച്ചുകൂടെ മുന്നിട്ട് നിൽക്കുന്നത് മട്ടൻ ഹലീമാണെന്നുള്ളൂ. എന്നാലും ഇതും ഒരു രക്ഷയില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ്. പിന്നെ നല്ല ഹൈദരാബാദി ചിക്കൻ ബിരിയാണി, നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കനും റൈസും കറക്റ്റ് ആ ഒതന്റിക് ഫ്ലേവറിലുള്ള ബിരിയാണിയാണ് കേട്ടോ. അതും മസ്റ്റ് ട്രൈ ആയിട്ടാണ്. ഇനി ഇവിടുത്തെ മാംഗോ ഒക്കെ ഇട്ടിട്ടുള്ള മുഹല്ലബി കഴിച്ചിട്ടില്ലല്ലോ. എന്താ ഞാൻ പറയാ, ഞാൻ ഒന്നും പറയുന്നില്ല. അത് നിങ്ങൾ ഇവിടെ വന്ന് കഴിച്ചെന്നെ നോക്കി, കഴിച്ചാ കഴിച്ചോണ്ടിരിക്കും. അതാണ് അതിന്റെ മെയിൻ. കഴിഞ്ഞില്ല, ലാസ്റ്റ് ഇവിടുത്തെ സ്പെഷ്യൽ ഇറാനി ചായയും കൂടി കുടിച്ച റാഹത്തായി. അപ്പോൾ ഈ നോമ്പ് കഴിയോളം മാത്രമേ ഉള്ളൂ കേട്ടോ. സ്പോട്ട് മറക്കണ്ട. കോട്ടക്കൽ പുത്തൂർ ബൈപ്പാസ് കാവതിക്കളം റോഡ് ആയുർവേദ ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്ത്. ഇതല്ലാതെ കോട്ടക്കൽ, തിരൂര്, കോഴിക്കോട്, കണ്ണൂർ ഒക്കെ കുത്തുബ് ഷാഹിന്റെ സ്പോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ വിസിറ്റ് ചെയ്യാൻ മറക്കല്ലേ. ബൈ ടാറ്റാ.